ഗൈസ്, അപ്പോൾ നമ്മുടെ ബാച്ചലർ ഓഫ് കരിപ്പം യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും കൂടെ കൂടിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടി ബൗൾ എന്ന് പറഞ്ഞ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ അതിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്താണെന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തൊക്കെ റെസിപ്പീസാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ വീഡിയോയിൽ ചേർക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ നട്ടി ബൗൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 250 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ നമുക്ക് പഞ്ചസാര നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെച്ചു, പഞ്ചസാര വെച്ച് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന ഷുഗർ സിറപ്പിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, അപ്പോൾ നമ്മളത് മിഠായി മെയ്ഡാണ് നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആയിട്ട് അത് കണ്ടൻസ് മിൽക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടി പൊട്ടിച്ചിടാം. ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ കളർ മാറി നന്നായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഷുഗർ സിറപ്പാക്കി. അതിനുശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷുഗർ സിറപ്പ് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ സിറപ്പ് ചൂടാറി കിട്ടുന്നവരെ നമുക്കിത് ബദാം, അണ്ടിപ്പരിപ്പ്, ചോക്കോ ചിപ്സ്, വൈറ്റ് ചിപ്സ് അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബദാം നമുക്ക് ഇതൊന്ന് 3 പീസായിട്ട് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുറുക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബദാമും നട്ട്സും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റ് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ബ്ലാക്ക് ചോക്കോ ചിപ്സും ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നട്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചോക്കോ ചിപ്സും വൈറ്റ് ചിപ്സും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള ക്രീം നമ്മൾ ഇത് 1 ലിറ്റർ നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് 3 കേക്കുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം അടിക്കാൻ വേണ്ടി നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ബീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രീമിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്രീം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ കഴിച്ച് നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ബൂസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് കുഴിച്ച് അത് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് തന്നെ ചെയ്യാം. നമ്മൾ നട്ട്സും അതുപോലെ തന്നെ നമുക്ക് ചിപ്പും ബ്ലാക്ക് ചിപ്പും വൈറ്റ് ചിപ്പും നമ്മളെല്ലാം കട്ട് ചെയ്ത് നട്ട്സും ബദാം ഒക്കെ അടക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശേഷം വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് അതുപോലെ നമ്മൾ സ്പഞ്ച് ഉണ്ടായിക്കൊണ്ട് അപ്പൊ കഴിച്ച് നമ്മൾ ടോപ്പ് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ സ്പഞ്ച് തന്നെ ഒരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ 3 ലെയറായിട്ട് നമ്മുടെ സ്പഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഉപയോഗിക്കുന്ന സ്പഞ്ചാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ നട്ടി ബൗൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം 3 ലെയറിലേക്ക് നമുക്ക് ഇനി ഓരോ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കേക്ക് റെഡിയാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം നമ്മുടെ പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒഴിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഇനി ബൂസ്റ്റ് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഓരോ ലെയറും അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് ഇനി വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമുക്ക് നട്ട്സും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ 3 ലെയർ കേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നട്ട്സും അതുപോലെ മിൽക്ക് മെയ്ഡും അതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ കൂടി നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെയൊക്കെ മേളിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ നമ്മുടെ കേക്ക് 3 ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡും ബാക്കിയുള്ള ചോക്കോയും വൈറ്റ് ചോക്കോയും ബ്ലാക്ക് ചോക്കോയും എല്ലാം നമ്മൾ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മേളിൽ ടോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 3 ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ആദ്യം തന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചോക്കോയും അതുപോലെ തന്നെ നട്ട്സും ബദാമും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കഴിച്ചത് നമ്മുടെ
നട്ടി ബോൾ കേക്ക് നമ്മളിത് നമ്മുടെ നട്ട്സും ചോക്കോലേറ്റ്സും ഒക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇതിൻ്റെ ബൗളിലുള്ള നമുക്ക് അതിൻ്റെ ബബിൾസും കാര്യങ്ങളും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടി നമ്മൾ ഇനി ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതിൻ്റെ സൈഡിൽ മാത്രമാണ് നോക്കിയിടുന്നത്. അപ്പോൾ അടുക്ക് കാര്യങ്ങൾ പേരും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് മുക്കി നമ്മൾ ഓരോ ബബിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചെറുതും വലുതായിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ ബബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തോണ്ട ബൂസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു പാത്രത്തിൽ അരിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇട്ട്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തട്ടിൽ നമ്മൾ നേരെ എടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് തട്ടാണ്ട് കൂടിയാണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഫ്രീസറിലേക്കല്ല നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. അപ്പൊ നമ്മുടെ നട്ടി ബൗൾ കേക്ക് നമ്മൾ റെഡിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചാണ്. അപ്പോൾ നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടു. പിന്നെ നമ്മുടെ ബാച്ചലർ ഓഫ് അരിവേപ്പിന്റെ പേര് മൊത്തത്തിൽ വരാൻ പറ്റത്ത് അതിന്റെ ആ കളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഷോർട്ടാക്കിയിട്ട് BOF-A എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് നമ്മൾ ഒരു ചെറിയൊരു ഷേപ്പിലാക്കിയിട്ട് നമ്മളത് ഫ്രീസ് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്കിനി ഇത് മുറിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ മിഠായിമേറ്റ് നമ്മൾ ചേർത്തതിൻ്റെ അതൊരു ടെക്സ്ചറും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ബ്രോക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ നമ്മൾ വെറ്റായിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് സ്പഞ്ച് ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സ്പഞ്ചാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.